ഡോക്ടർ ടി പി സേതുമാധവൻ, ഇപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു തീരുമാനം മുന്നോട്ട് കൊണ്ടുവന്നപ്പോൾ അമേരിക്കൻ വിപണിയിലൊക്കെ വലിയ തകർച്ച നേരിടുന്ന ഒരു സാഹചര്യം നമ്മളേവരും കണ്ടിരുന്നു. ഒരുപക്ഷെ 2020 ശേഷം ഇത്രയധികം തകർച്ച അമേരിക്കൻ വിപണി നേരിടുന്നത് ഇപ്പോഴായിരുന്നിരിക്കും. എന്നാൽ അതിനു പിറകെ തിരിച്ചടിയാണെന്ന് മനസ്സിലാക്കി 90 ദിവസത്തെ ഒരു സാവകാശം കൊണ്ടുവന്നപ്പോൾ വിപണി പതിയെ തിരിച്ചുയർന്നു വരുന്നത് നാം കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാമ്പത്തിക മേഖലയിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ, ഓഹരി വിപണിയിലുണ്ടാകുന്ന വിഷയങ്ങളെ ഇതൊക്കെ തന്നെ ട്രംപ് കണ്ടില്ല എന്ന് നടിച്ചതാണോ? അതോ ഇതൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിട്ടും മനഃപൂർവ്വം ഇങ്ങനെയൊരു നീക്കത്തിലൂടെ തൻ്റെ ആഗ്രഹങ്ങൾ, തൻ്റെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂർമ്മ ബുദ്ധിയായിട്ടാണോ ഇതിനെ വിലയിരുത്തേണ്ടത്? അതല്ല, എൻ്റെ അഭിപ്രായത്തിൽ ട്രംപ് ഇതിന് വേണ്ടത്ര ഗൃഹപാഠമൊന്നും ചെയ്തിട്ടില്ല. ഒരു ഹോംവർക്ക് ഒന്നും ചെയ്യാതെ തെറ്റായ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ട്രംപ് നടപ്പിലാക്കുന്ന ഒരു തുഗ്ലക്ക് പരിഷ്കാരമായിട്ട് എനിക്കിതിനെ തോന്നുന്നു. ഇത് 90 ദിവസത്തേക്ക് ഫ്രീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊരു ദീർഘകാലത്തേക്കൊന്നും നീണ്ടു നിൽക്കുമെന്ന് എനിക്കൊന്നും തോന്നുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഞാൻ അമേരിക്കയിൽ പഠിക്കുന്ന കാലം തൊട്ടേ ചൈനക്കെതിരായിട്ടുള്ള പല കാര്യങ്ങളും നടക്കാറുണ്ട്. പക്ഷെ ചൈനയുടെ നല്ലൊരു എക്കണോമിക് റിസർവ് അമേരിക്കൻ ബാങ്കുകളിൽ ഉണ്ട് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കുന്നു. അതുകൊണ്ട് ചൈനക്കെതിരെ കൂടുതൽ ആക്ഷൻ എടുക്കും എന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല. പക്ഷെ ആസ് ഓഫ് നൗ ടെമ്പററി എഫക്ട് എന്നുള്ളത് നമ്മുടെ ഇപ്പൊ കയറ്റുമതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിലൂടെ ഇന്ത്യക്ക് ലഭിക്കുന്ന ഏതാണ്ട് കഴിഞ്ഞ 2024 ഏപ്രിൽ തൊട്ട് നവംബർ വരെയുള്ള കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 2000 മില്യൺ US$ മാത്രമാണ്. നേരെ മറിച്ച് അമേരിക്ക ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നത് ഏതാണ്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 10,000 മില്യൺ US$ വരുന്നത്. വലിയൊരു അന്തരമുണ്ട്. പക്ഷെ ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കാൻ രാജ്യങ്ങൾ ശ്രമിക്കുമ്പോൾ അത് കാർഷിക മേഖലയിലും അതുപോലെ വ്യവസായ മേഖലയിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം ഇത് തുടർന്നാൽ. പക്ഷെ എൻ്റെ ഒരു ശക്തമായ ഒരു അഭിപ്രായം എന്നുള്ളത്, ഇത് 90 ദിവസത്തിന് ശേഷം ട്രംപ് തുടരാനിടയില്ല എന്നാണ് തോന്നുന്നത്. ഇതെല്ലാ മേഖലകളിലും റിപ്പർക്കഷൻ വരാൻ തുടങ്ങി. സർവീസ് സെക്ടറിലും ഇതിനുള്ള റിപ്പർക്കഷൻസ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊരു ലോങ് ടേം ആയിട്ട് സ്വീകരിക്കാൻ ട്രംപിനാവില്ല. അതുകൊണ്ട് ശ്രീനിവാസൻ സാറ് പറഞ്ഞ തന്നെ അടിവരയിട്ട് ഞാൻ പറയുന്നു, ഇത് തീരെ ശ്രദ്ധിക്കാതെ എടുത്തൊരു തീരുമാനമാണ്. അത് വെച്ച് തുടരാൻ സാധ്യതയില്ല എന്നാണ് അഭിപ്രായം.